എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് വിദ്യാർത്ഥികൾ പരിശോധിച്ചിട്ടുണ്ടാകും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ നാളെ വൈകുന്നേരം 4 മണിക്കകം അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ നിർബന്ധമായിട്ടും അഡ്മിഷൻ എടുക്കേണ്ടതാണ്. ഹയർ സെക്കൻഡറിയിലും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ നിങ്ങളുടെ താല്പര്യപ്രകാരം എവിടെയാണോ അഡ്മിഷൻ എടുക്കാൻ താല്പര്യം അവിടെ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. ഒരു സ്ഥലത്ത് അഡ്മിഷൻ എടുക്കുമ്പോൾ മറ്റേത് ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ആവും എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ഈ ഒരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും അതുപോലെ ഹയർ സെക്കൻഡറിയിലും അതായത് എവിടെ കിട്ടിക്കഴിഞ്ഞാലും ആ ഒരു വിഭാഗത്തിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കാതിരിക്കുകയാണെങ്കിൽ അത് ഏതെങ്കിലും ഒന്നിൽ അഡ്മിഷൻ എടുക്കാതിരിക്കുകയാണെങ്കിൽ കൂടി അതിൽ ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുകയും ആ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്നും നിങ്ങളെ പുറത്താക്കുകയും ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സെക്കൻഡ് സപ്ലിമെൻ്ററി ഉണ്ടോ, അതുപോലെ തന്നെ ഈ ഒരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എപ്പോഴായിരിക്കും എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികളുടെ ഈ വർഷത്തെ +1 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനുള്ള അപേക്ഷ ജൂലൈ 11-ാം തീയതിയോടെ വരുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആ ഒരു ഘട്ടത്തിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ നിന്ന് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്ക് മാത്രമാണ് ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക. പല വിദ്യാർത്ഥികളും HSCയിലേക്ക് പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പറ്റുന്നതല്ല. വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ നിന്ന് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്ക് മാത്രമാണ് ഈ ഒരു ട്രാൻസ്ഫറിന് അപേക്ഷിക്കാൻ പറ്റുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനുള്ള അപേക്ഷ ജൂലൈ 11-ാം തീയതിയോടെ vhscap.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഓൺലൈനായിട്ട് അപേക്ഷ നൽകി അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് എടുത്ത് അതിൽ നിങ്ങളും നിങ്ങളുടെ രക്ഷിതാവും സിഗ്നേച്ചർ ഇട്ട ശേഷം നിങ്ങളുടെ സ്കൂളിലെ പ്രിൻസിപ്പാളിന് നൽകുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ജൂലൈ 11-ാം തീയതിയോടെ ഈ ഒരു അപേക്ഷ നൽകാനായിട്ട് വേക്കൻസി ലിസ്റ്റും അതുപോലുള്ള മറ്റ് ഡീറ്റെയിൽസും വരുന്നതായിരിക്കും. നിങ്ങളുടെ താല്പര്യപ്രകാരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്കൂളിലേക്കും കോഴ്സിലേക്കും ഓപ്ഷൻ വെക്കാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കുള്ള ഈ ഒരു സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് ജൂലൈ 16-ാം തീയതിയോ അല്ലെങ്കിൽ 15-ാം തീയതിയോടെ പ്രസിദ്ധീകരിക്കും. അപ്പോൾ അതിൻ്റെ ഡേറ്റ് വന്നിട്ടില്ല, ജസ്റ്റ് ഒരു എക്സ്പെക്റ്റഡ് ഡേറ്റ് പറഞ്ഞത് മാത്രമാണ്. അതായത് എക്സ്പെക്റ്റഡ് ഡേറ്റ് പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ജസ്റ്റ് വളരെയധികം ശ്രദ്ധയോടെ എപ്പോഴാണ് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്നത് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്നും നിങ്ങളെ പുറത്താക്കുന്നതായിരിക്കും. അതുപോലെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത് ഇതുവരെ അലോട്ട്മെൻറ്റിന് ഇപ്പോൾ ഈ ഒരു സപ്ലിമെൻ്ററി ഘട്ടത്തിൽ അപേക്ഷിക്കുകയും എന്നാൽ അലോട്ട്മെൻറ്റ് ലഭിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്കും ഈ ഒരു വിദ്യാർത്ഥികളെ പരിഗണിച്ചുകൊണ്ടാണ് ഈ ഒരു സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിക്കുക. അതുപോലെ അപേക്ഷ നൽകിയ വിദ്യാർത്ഥികൾക്ക് അപേക്ഷയിൽ വല്ല തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് അപേക്ഷയിലെ തെറ്റ് തിരുത്തുന്നതിനുള്ള സൗകര്യം വെബ്സൈറ്റിൽ ലഭ്യമാകുന്നതാണ്. അപ്പോൾ അങ്ങനെ വല്ല തെറ്റുകളും അപേക്ഷയിൽ വന്നിട്ടുള്ള വിദ്യാർത്ഥികൾ ആ ഒരു ഘട്ടത്തിൽ അപേക്ഷയിലെ തെറ്റുകൾ തിരുത്തുകയും ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ അതിനുശേഷമായിരിക്കും ഈ ഒരു സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് നിലവിൽ അലോട്ട്മെൻറ്റിനായിട്ട് ഓപ്ഷൻ നൽകിയ വിദ്യാർത്ഥികളെ പരിഗണിച്ചുകൊണ്ട് പ്രസിദ്ധീകരിക്കുക. സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ സാധാരണഗതിയിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്ക് പുതിയ ഓപ്ഷനുകൾ നൽകുന്നതിനുള്ള ഒരു അവസരം കഴിഞ്ഞ വർഷം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഈ വർഷം അതേ രീതിയിൽ നടക്കാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അതായത് ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ അപേക്ഷിച്ച് അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് ഉടൻ വന്നേക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.